പറ. അപ്പൊ ലോഗോ ലോഞ്ച് കഴിഞ്ഞിട്ടില്ലേ? ലോഗോ ലോഞ്ച് കഴിഞ്ഞിട്ടില്ല വീഡിയോ പറഞ്ഞാൽ മതി. ലോഗോ ലോഞ്ചിന്റെ കൂടെ നമ്മൾ ഒരു വെറൈറ്റി തുടങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മളിവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഞങ്ങള് കസിൻസിന്റെ വീട്ടില് അശ്വതിന്റെയും വിവേകിന്റെയും വീട്ടിൽ വന്നാണ്. നമ്മളെ പിടിച്ചിരുത്തിയിട്ട് ഇപ്പൊ എന്താണ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റോ അങ്ങനെ എന്തോ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചിരുത്തിയിട്ടാണ്. മനപ്പൊരുത്തം ഓൾറെഡി പൊരുത്തൊക്കെ കഴിഞ്ഞിട്ടില്ല, കല്യാണം കഴിഞ്ഞത്. എന്നിട്ട് വീണ്ടും മനപ്പൊരുത്ത അങ്ങനെ അങ്ങനെ എന്തോ ചെയ്യണം എന്ന് നമ്മൾ പിടിച്ചിരുത്തിന്. എന്നെ കൂടെ ക്വസ്റ്റ്യനൊക്കെ ആക്കാൻ പറഞ്ഞു. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും ആക്കിയിട്ടൊന്നുമില്ല. അവസാനം എന്തൊക്കെ ക്വസ്റ്റ്യൻ ആക്കിയിട്ടുണ്ട്, എന്തോ ചോയ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അശ്വതിക്കൊന്ന് വാ 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 വാ, ഇവളാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദി. അപ്പൊ ഇവളാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്ന പറഞ്ഞത്. ഇത് കഴിയുമ്പോ അടി പൊട്ടുന്ന പറഞ്ഞേ, കൊലപാതകം വരെ നടക്കുന്ന പറഞ്ഞേ. ശരി, എന്തെങ്കിലുമൊക്കെ നടക്കും. അപ്പൊ എങ്ങനെയാണ് പരിപാടി, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞു. ഞാനൊരു സെറ്റ് ഓഫ് 10 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. 5 ക്വസ്റ്റ്യൻ ചേട്ടനടുത്ത് ചോദിക്കും, ഐ മീൻ ചേട്ടനെ കുറിച്ചായിരിക്കും. 5 ക്വസ്റ്റ്യൻ ചേച്ചിനെ കുറിച്ചായിരിക്കും. പക്ഷെ രണ്ടുപേരും എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ റിപ്ലൈ പറയണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് എത്ര പൊരുത്തം ഉണ്ടെന്ന് നോക്കാം. അതാണ് ബേസിക്കലി പ്ലാൻ. ഓക്കെ, റെഡിയാണോ? അപ്പൊ കവടി നിർത്തിയോ പൊരുത്തം നോക്കാം? അല്ല, നിങ്ങളുടെ കുറച്ച് വർഷമായല്ലോ, നമുക്കൊന്ന് റിന്യൂ ചെയ്യണ്ടേ? അങ്ങനെ കോൺട്രാക്ട് റിന്യൂ ചെയ്യലാണല്ലേ? അങ്ങനെ ഓക്കെ ഓക്കെ. പണ്ട് എത്ര പൊരുത്തുണ്ടായിരുന്നു? അച്ഛനോട് അമ്മയോട് ചോദിക്കേണ്ടി വരും. 9 പൊരുത്തൊക്കെ ആദ്യം ചേച്ചിയുടെ അടുത്ത് ചോദിക്കും. ഓക്കെ ശരി, ഓക്കെ. എന്നാ ഞാൻ അപ്പുറത്ത് ഓപ്പാടും പോയിരിക്കാം. ചേട്ടൻ്റെ ഹെഡ്സെറ്റ് ഉണ്ടോ? ഉണ്ടോ? അത് ചെവിയിൽ വെച്ചിട്ടാണോ പറഞ്ഞത്? എന്ത് സംസാരിച്ചാലും കേൾക്കുമല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി ശരി. എന്നാ പിന്നെ ചോദിച്ചോ. അപ്പൊ ചേച്ചി റെഡി അല്ലേ? യെസ്. നമുക്ക് ഫസ്റ്റ് പ്രസാദത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ ചേട്ടാ, ഓൾ റെഡി? അപ്പം പറയട്ടെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോരട്ടെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രസാദ് ചേട്ടന്റെ ഫേവറേറ്റ് ഡിഷ് സദ്യയില് ഓപ്ഷൻസ് ഇല്ല, പറഞ്ഞോളൂ. ചേട്ടനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ചേട്ടാ, പേടിക്കണ്ട, പറഞ്ഞോളൂ. എന്താണെന്നുണ്ടെങ്കിലും പറഞ്ഞോളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്ന് വെച്ചാൽ സദ്യയിൽ മോര്. ഡിഷ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ കറിയാണേ. കറി, തോരൻ, മെഴുക്കുവരട്ടി അങ്ങനെ എന്തെങ്കിലും ആണ്, അല്ലാതെ ഈ പിക്കിളൊന്നും പറഞ്ഞേക്കരുത്. ക്ലൂ ഉണ്ടോ? 4 ഓപ്ഷൻ ഇത് വെക്കണമായിരുന്നല്ലേ? എനിക്ക് എന്റെ ക്വസ്റ്റ്യൻ തന്നെ വല്ല ക്ലൂവും തരുമോ? കൂട്ടുകറി ആവാൻ ചാൻസ് ഉണ്ട്. കൂട്ടുകറി ആവാൻ ചാൻസ് ഉണ്ടെന്നോ? അല്ല, അവള് പറഞ്ഞ എന്തായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. എനിക്കിഷ്ടം എന്നുകൊണ്ട് അവള് പറയുന്നത്. എനിക്ക് കൂട്ടുകറി ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലോട്ടുള്ള കണ്ണൂർ ഭാഗത്തോട്ടുള്ള ഒരു മെയിൻ റൈറ്റ് ആണ് കൂട്ടുകറി എന്ന് പറയുന്നത്. അതാണ് ഞാൻ സ്വന്തമായിട്ട് പേഴ്സണലി ഞാൻ നല്ല വൃത്തിക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനം കൂടിയാണ്. അതുകൊണ്ട് അത് പറഞ്ഞു. അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അച്ചാറും മോരുമാണ്. അങ്ങനെ ചോദിച്ചാൽ കൂട്ടുകറി. അധികം അങ്ങനെ സദ്യ കഴിക്കാറില്ല, എന്നാലും ഞാൻ പറഞ്ഞ കൂട്ടുകറി. അത് ചേട്ടൻ തന്നെ ഒരു സർപ്രൈസ് ആയിപ്പോയി. സത്യം അല്ല, എനിക്ക് സദ്യ വലിയ താല്പര്യമില്ലാതാണ്. അതിലിപ്പം ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞല്ല. ചേട്ടന് കൂട്ടുകറിയാണ് ഏറ്റവും താല്പര്യം. പിന്നെ ഞങ്ങൾ സദ്യ ആക്കുന്ന സമയത്ത് ചേട്ടൻ തന്നെയാണ് കൂട്ടുകറി ആക്കാറ്. ഞാൻ എന്റെ കോൺഫിഡൻസോടെ ആക്കുന്ന ഒരു കറിയാണ്. അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. പ്രസാദ് ചേട്ടന്റെ ഫേവറേറ്റ് ഹാങ് ഔട്ട് സ്പോട്ട് ഇൻ UAE. അതായത് പ്രസാദ് ചേട്ടന് ഇപ്പം ലൈക്ക് വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും എപ്പോഴും പിന്നെയും പോകാൻ തോന്നുന്ന ഒരു സ്ഥലം അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല ഔട്ട്ഡോർ പ്ലേസ് ആണോ? അങ്ങനെ അതായത് നിങ്ങൾ കാർ എടുത്ത് സ്ഥിരം പോകുന്ന ഒരു സ്ഥലം. അതായത് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും ഇന്ന സ്ഥലത്തോട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന ഒരു റിപ്പീറ്റഡ്ലി പോകുന്ന ഒരു സ്ഥലം. കുംഭകോണം കഫേ. അവിടെയാണ് നമ്മള് ഒറ്റടിക്ക് പോയിട്ടുള്ളത്. ഓക്കെ, അത് ആപ്പിൾ സ്റ്റോർ. അല്ല, അങ്ങനല്ല ഞാൻ ചോദിച്ചത്. ഹാങ് ഔട്ട് സ്പോട്ട്, അതായത് ടൈം സ്പെൻഡ് ചെയ്യാൻ മോൾ, ബീച്ച് അങ്ങനെയൊക്കെ. അങ്ങനെ അൽസഹയ സിറ്റി സെന്റർ ഉണ്ട്. നമ്മള് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു സ്ഥലമാണ്. എപ്പോഴും എന്ത് സാധനം വാങ്ങാനും അൽസഹയ സിറ്റി സെന്ററും ദുബായ് മാളും ആണ് മെയിനായിട്ട് കുറെ പോയിക്കൊണ്ടിരുന്ന സ്ഥലം. കഫേ ആവാം, എന്തെങ്കിലും എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ലക്ഷർ ടൈം മോൾ. ഓക്കെ, ഞാൻ ആപ്പിൾ സ്റ്റോറാ പറഞ്ഞത്.
അല്ലേ ചന്ദ്രൻ? അല്ല, ഞാൻ പറഞ്ഞത് സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലം എന്നുള്ളത് നമ്മൾ സിറ്റി സെന്റർ ഞാൻ മോള് പറഞ്ഞു. മോളും പറഞ്ഞായിരുന്നു, മോൾസും പറഞ്ഞായിരുന്നു. ആദ്യം ആപ്പിൾ സ്റ്റോർ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, അങ്ങനെയല്ല ബീച്ച്, പിന്നെ മോള്, അങ്ങനെയുള്ള കഫേ, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ നോക്കും. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന സിറ്റി സെന്റർ പറഞ്ഞത്. കറക്റ്റ് ആണ്, കാരണം ഷോപ്പിംഗ് മോൾ ആണ്. അതെ പോയിന്റ് തരും. അല്ല ചേച്ചി മോൾസ് എന്ന് പറഞ്ഞായിരുന്നു, അൽസഹിയ എന്ന് പറഞ്ഞില്ല, ബട്ട് മോൾസ് എന്ന് പറഞ്ഞു. ഷോപ്പിംഗ് മോൾ എന്നാണ് നമ്മൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പ്രസാദേട്ടന് ഒരു സൂപ്പർ പവർ ഉണ്ടെങ്കിൽ എന്റെ അമ്മേ, ഇതിൽ ഏതായിരിക്കും പ്രസാദേട്ടൻ ചൂസ് ചെയ്യുന്നത്? ഇതിന് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ ടൈം ട്രാവൽ, ഓക്കെ. രണ്ടാമത്തെ ഓപ്ഷൻ ഈറ്റ് വിത്തൗട്ട് ഗെയിനിങ് വെയിറ്റ്, ഓക്കെ. മൂന്നാമത്തെ ഓപ്ഷൻ മൈൻഡ് റീഡിങ്, ഓക്കെ. നാലാമത്തെ ഓപ്ഷൻ ഇൻവിസിബിൾ ആവുക. അതായത് രണ്ടാമത്തത് എനിക്ക് വേറെ ഓപ്ഷൻ ഒന്നും വേണ്ട, ഈറ്റ് വിത്തൗട്ട് ഗെയിനിങ് വെയിറ്റ്. ഈറ്റ് വിത്തൗട്ട് ഗെയിനിങ് വെയിറ്റ് അതല്ല എല്ലാവർക്കും ഇപ്പം ആവശ്യം, ബാക്കിയൊന്നും വലിയ ആവശ്യമുള്ള കാര്യമല്ലല്ലോ. അതൊന്നും ഇല്ലെങ്കിലും ജീവിക്കാം. ഇതാവുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ തിന്നാം, വെയിറ്റ് കൊടുക്കില്ലല്ലോ. രണ്ടാമത്തത് ഈറ്റ് വിത്തൗട്ട് ഗെയിനിങ് വെയിറ്റ്, അതിലൊരു സംശയമില്ല. ഈയിടെയായിട്ട് കുറച്ച് ചിന്ത കൂടിയിട്ടുണ്ടോന്നൊക്കെ ഉള്ളൂ അല്ലേ. നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. പ്രസാദേട്ടന്റെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ വെക്കേഷന് വേണ്ടിയിട്ട്, പക്ഷെ ഇത് സ്ഥലമല്ല, പ്രസാദേട്ടന് ബീച്ച് ഉള്ള സ്ഥലമായിരിക്കും, മൗണ്ടൻ ഉള്ള സ്ഥലമായിരിക്കും, കൺട്രി സൈഡ് ആയിരിക്കും, അതോ സിറ്റിയിലായിരിക്കും ഇഷ്ടപ്പെടുന്നത്? കൺട്രി സൈഡ്. കൺട്രി സൈഡ്. കൺട്രി സൈഡ്. കൺട്രി സൈഡ്, ഓക്കെ. കൺട്രി സൈഡ്. അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറയാനുണ്ടോ? കൺട്രി സൈഡ് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ജോർജിയ പോയ സമയത്ത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് കൺട്രി സൈഡ് അവിടെ പോയത്. ഗോരി ആര്യയില് നമ്മൾ രണ്ടുപേരും ഇത്രയും അടിപൊളി സ്ഥലങ്ങൾ പോയിട്ടുണ്ടെങ്കിലും ഏറ്റവും എൻജോയ് ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ആ ഗോരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയതാണ്. അപ്പോൾ അവിടെ നമ്മൾ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കൺട്രി സൈഡ്. മൗണ്ടൻസ് സെക്കൻഡ് വരും. ഇഷ്ടമല്ല, പക്ഷെ കൺട്രി സൈഡ് ഓപ്ഷൻ കൺട്രി സൈഡ് ആണ്. നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ, പ്രസാദേട്ടനെ കുറിച്ചുള്ള ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പ്രസാദേട്ടന് ഇനി ജീവിതത്തിൽ ഒരൊറ്റ ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്നൊരു കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ, ജീവിതകാലം മൊത്തം ഒരേ ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഏതായിരിക്കും? 4 ഓപ്ഷൻ ഉണ്ട്. പിസ്സ, ബർഗർ, ദോശ, ബിരിയാണി. 4 ഓപ്ഷൻ ആണ്. ഇതിൽ ഏതായിരിക്കും? ദോശ. ഓക്കെ, ദോശ. ഓക്കെ, ഡൺ. ദോശ. ഞാൻ പണ്ട് അത് കഥ പറഞ്ഞ വല്ലതും കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മള് സൗദിയിൽ ഞാൻ ആദ്യം വർക്ക് ചെയ്ത സമയത്ത് 10 12 10 ദോശ ഒറ്റടിക്ക് തിന്നിരുന്നു. അതിന് ആ സമയത്ത് സ്നേഹം ഉണ്ടായിട്ട് ഒരുപാട് ഉണ്ടാക്കി. ഇപ്പൊ 10 ദോശ ഞാൻ ആട്ട് തന്നെ. അടുത്തത് കുറച്ച് അമൃത ചേച്ചിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചേച്ചിയുടെ ലൈഫിൽ ഇന്നേ വരെ ചേച്ചിക്ക് ഏറ്റവും ഹാപ്പിയസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് മെമ്മറബിൾ മൂമെന്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? മോസ്റ്റ് ഹാപ്പിയസ്റ്റോ? അത് ക്ലൂ ഉണ്ടോ? ക്ലൂ എന്ന് പറയാൻ പറ്റും, കാരണം എന്തെങ്കിലും ഒരു കാരണം പിന്നെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് മേ ബി മാരേജിന് മുമ്പുള്ള ഒരു കാര്യമായിരിക്കും. അത് അമൃത TV-യിൽ ഒരു തവണ പെർഫോം ചെയ്യാൻ പറ്റിയത്. മീൻസ് പെർഫോം ചെയ്യാൻ പറ്റിയതല്ല, നമ്മുടെ കോളേജിൽ നിന്ന് സ്റ്റുഡൻസിനെ പിന്നെ പെർഫോമൻസിന് വേണ്ടി കൊണ്ടുപോയത്, അതിന് കൊറിയോഗ്രാഫ് ചെയ്യാൻ പറ്റിയതാണ് ഏറ്റവും വലിയ ഇതായിട്ട് തോന്നുന്നു. അമൃത TV-യിൽ. ഓക്കെ, അതാണോ? ഉറപ്പിച്ചോ? പറയൂ, ഫുൾ ആൻസർ പറയൂ. അമൃത TV-യിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി പോയത്. എന്നെ വെറുതെ വിടണോ? അമൃത TV-യിൽ ഫൈനൽ ഉത്തരം പറയും. അമൃത TV-യിൽ പരിപാടി കൊറിയോഗ്രാഫറായിട്ട് കൈ തുറക്കുന്നുണ്ടല്ലോ. പോയതാണോ എന്നൊരു സംശയം. ഞാൻ പറഞ്ഞത് ഒരു കോളേജ് ടൈം എന്നൊക്കെ ഞാൻ ക്ലൂ വെച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ അമൃത TV-യിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഓക്കെ, മൾട്ടിപ്പിൾ ആൻസർ മാത്രം ഞാൻ ആൻസർ പറയുള്ളൂ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതിനൊരു തീം സോങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ
ഗിവൺ ബിലോ ഈ സോങ്സിൽ ഏതാണ് ചേച്ചി ചൂസ് ചെയ്യുന്നതെന്നാണ് ചേട്ടൻ പറയേണ്ടത്. ഓക്കെ. ഫസ്റ്റ് ഓപ്ഷൻ ഉനക്കെന്നെ വേണം സൊല്ല്, സെക്കൻഡ് ഓപ്ഷൻ നാൻ പിഴേ നീ മഴലെ, മൂന്നാമത്തത് അപ്നാ ബനാലെ പിയ, നാലാമത്തത് നെഞ്ചുക്കുൾ പെയ്തു. 2 or 3 ആവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. 2, 3, 4 ഒന്നുമില്ല, ഏതാണ് 2, 3 ഒന്ന് 4 ഒഴിവാക്കി 2, 3 ഏതെങ്കിലും 50-50 ആണോ ഇപ്പൊ? അതാണ് ഓപ്ഷൻ. ലാസ്റ്റ് ഉത്തരം പറയൂ, 2 ആണോ 3 ആണോ? രണ്ടാമത്തത് നാൻ പിഴേ നീ മഴലെ, മൂന്നാമത്തത് അപ്നാ ബനാലെ പിയ. ഞാൻ പിഴൈ നീ മഴലൈ. 2, അതായത് നാൻ പിഴേ നീ മഴലെ. ഓക്കെ, ഡൺ. റീസൺ എന്താ? നമ്മള് മറ്റേ ട്രെയിലർ വീഡിയോയിൽ വരെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. വെഡിങ് ആനിവേഴ്സറിക്ക് സമയത്ത് നമ്മൾ ട്രെയിലർ കല്യാണ ട്രെയിലർ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ആ പാട്ടിട്ടിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കിടക്കാം. ഓക്കെ. അമൃത ചേച്ചിയുടെ ഫേവറേറ്റ് മൂവി ഓഫ് ഓൾ ദ ടൈം, ചേച്ചിക്ക് പിന്നെയും പിന്നെയും കണ്ടാലും മടുക്കാത്തൊരു മൂവി. 4 ഓപ്ഷൻ ആണുള്ളത്. 1 റോജ, മണിച്ചിത്രത്താഴ്, വാരണമായിരം, അലൈപ്പായതേ. അലൈപ്പായതേ. മണിച്ചിത്രത്താഴ്. ഓക്കെ. മണിച്ചിത്രത്താഴാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഓക്കെ, അതൊരു കോമഡി സമയമല്ലേ. പക്ഷെ വീണ്ടും വീണ്ടും കാണണമെന്നൊന്നും അലൈപ്പായത്. അലൈപ്പായത് ഞാൻ ഇവളും കൊണ്ട് ഇന്നേ വരെ ഒരു പ്രാവശ്യം പോലും കണ്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ അറിയാം? പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ, ആ ട്രെയിനൊക്കെ കാണുമ്പോ, ചെന്നൈ ട്രെയിനൊക്കെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ആ മാധവൻ ഇങ്ങനെ ഓടി വരുന്നതൊക്കെ ആ ഒരു കഥ ഞാൻ പറയാറില്ലേ. അപ്പൊ ആൻസറും അലൈപ്പായതാണ്. അവിടെ തെറ്റി. ഓക്കെ, ഒരു ക്വസ്റ്റ്യന് വലിയ കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. 4ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അമൃത ചേച്ചിക്ക് ഇപ്പൊ ഒരു വിഷ് ഗ്രാന്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ ചേച്ചിയുടെ മനസ്സിൽ ആദ്യം പോകുന്ന കാര്യം എന്തായിരിക്കും? ഇതാണ് നടത്തേണ്ടത് എന്നുള്ളത്. എൻഡ്ലെസ് ട്രാവൽ ചെയ്യാൻ പറ്റണം. ചോയ്സ് ഇല്ല ഇതിന്. അയ്യോ, അതിനൊക്കെ ചോയ്സ് വേണം. ഇതിന് ചോയ്സ് ഇല്ല. ട്രാവൽ ഒരു വിഷയമാണെങ്കിൽ ട്രാവൽ തന്നെയാണ് മെയിനായിട്ട്. ട്രാവൽ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ചേച്ചിക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. ചേച്ചി ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ UAE-ലാണല്ലോ. നിങ്ങൾക്ക് UAE വിട്ടൊരു കൺട്രിയിൽ സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓപ്ഷൻസിൽ ഏതിലായിരിക്കും ചേച്ചി ചൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ നമ്പർ 1 ഇറ്റലി, ഓപ്ഷൻ നമ്പർ 2 അൽബേനിയ, ഓപ്ഷൻ നമ്പർ 3 കേരള, ഓപ്ഷൻ നമ്പർ 4 സ്വിറ്റ്സർലാൻഡ്. ഉറപ്പിച്ചോ? സ്വിസ് ആൽപ്സിന്റെ ഇടയിൽ കൂടിയുള്ള ആ ട്രെയിൻ യാത്രയും ഗ്രാമീണമായ സ്ഥലത്തുള്ള ഒരു ചെറിയൊരു വീട്ടിലൊരു താമസം. കൊച്ചുമോളാണ്. അപ്പോ എത്ര പോയിന്റ്? 9 out of 10. ആ മണിച്ചിത്ര താഴെ മാത്രമേ ചെറുതായിട്ടൊന്ന് പാളിപ്പോയോ. അതൊഴിച്ച് ബാക്കി അതും ഞാനെല്ലാം കറക്റ്റ് ചെയ്തു. അവിടെ നിന്നാണ്. അപ്പൊ എന്തായാലും പണ്ടത്തെ 10-9 വരത്ത് ഇപ്പോഴും കിടക്കുന്നുണ്ട് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മളെ പിന്നെ കബഡി നേരത്തെ ആള് കറക്റ്റ് ആണല്ലേ. അപ്പൊ ഒരെണ്ണം തെറ്റിച്ചതില് എന്താണ് ചേട്ടൻ്റെ എന്തെങ്കിലും ഗിഫ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ചേട്ടൻ എന്താണ് ഗിഫ്റ്റ് ചെയ്യുന്നത്? തെറ്റിച്ചതിന്റെ കുറ്റബോധത്തില്. അല്ല, അത് ഒന്ന് തെറ്റണം, അല്ലെങ്കിൽ എല്ലാരും കണ്ണു വെച്ചാൽ വീഴാതിരിക്കാൻ വേണ്ടി നമ്മള് മനഃപൂർവ്വം തെറ്റിച്ചാണ്. അങ്ങനെ വളരെ ടെൻഷൻ അടിച്ച മുഹൂർത്തം എന്താ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ 10-9 മാർക്കോടുകൂടി ഈ ഒരു ഗെയിം വളരെ വിജയകരമായി വിജയിച്ചിരിക്കുന്നു. ഇതുപോലെ നിങ്ങളും എങ്ങനെയെങ്കിലും ഇതുപോലെ ട്രൈ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയണം കേട്ടോ. അതുകൂടാതെ ഇതുപോലുള്ള കപ്പിൾ ചലഞ്ചസ് ഇനി ഏറ്റെടുക്കാം അല്ലേ. ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത്, പക്ഷെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആവാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താണ് അത്? ചോദിച്ച ആളുടെയും ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത ആളുടെയും കഴിവനുസരിച്ചിരിക്കും. അപ്പൊ സ്പെഷ്യൽ ഷൗട്ട് ഔട്ട് ടു അശ്വതി. ഒന്ന് കാണിച്ചിട്ട് പോകും. ഒന്നുകൂടെ മോൻ കാണിച്ചിട്ട് എൻട്രി ഗസ്റ്റ് അപ്പിയറൻസ്. അപ്പൊ അതൊക്കെ ആയിരുന്നു ഈ ഒരു സംഭവം. പിന്നെ അപ്പൊ നമ്മുടെ ലോഗോ പോലെ തന്നെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ ഫൺഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇപ്പൊ പറയുന്ന പോലെ തന്നെ ഇപ്പം നമ്മുടെ സ്റ്റോറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ കുറച്ച് സോവനീസ് ഒക്കെ കിട്ടാൻ വേണ്ടി സ്റ്റോറൊക്കെ ഉണ്ട്. അപ്പൊ സ്റ്റോറിൽ പോയി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം വാങ്ങാം. അതുപോലെ നമ്മുടെ ചാനലിൽ ജോയിൻ മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട്. ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടനെ തൊട്ടടുത്ത് തന്നെ ജോയിൻ എന്നുള്ള ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യാം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണത്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അല്ലേ, അപ്പൊ നമ്മുടെ സോഷ്യൽസ് ഫോളോ ചെയ്യാൻ, നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.